നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പലരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചൊക്കെ വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ പിന്നെ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേയേറെയൊക്കെ അവരൊക്കെ പിടിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. പിന്നെ ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും വരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് നവീൻ ജേക്കബ് കോഷിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹലോ രാകേഷ് ബ്രോ, car manufacturers have implemented Bluetooth technology where it helps the driver to have a conversation over the phone at easy in hands-free mode. Even though I have noticed certain people's driving by taking over the phone by physically using their phone, especially in auto transmission cars, and causing accidents to other drivers on the road. What is your view on this? Can you please make a video on this topic? Thank you. ഷുവറായിട്ടും ഞാനും ഈ പറഞ്ഞൊരു കാര്യം ഞാനും അവോയ്ഡ് ചെയ്തതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. ശരിക്കും നമ്മളൊരു കോൺഫിഡൻസ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ് ഹാൻഡിൽ ചെയ്ത് ഫോണും പിടിച്ച് ഗിയേഴ്സും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതല്ല മാനുവൽ വാഹനത്തിൽ പോലും അത് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് പറയുന്നതിൻ്റെ കാര്യം. പക്ഷേ ബ്ലൂടൂത്ത് ഹെഡ്ഫോണൊക്കെ വന്നു, നമ്മുടെ വാഹനത്തിലാണെങ്കിലും ബ്ലൂടൂത്ത് ഫെസിലിറ്റി വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബ്ലൂടൂത്തിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കൂടെ അത് കേൾക്കാൻ സാധിക്കും. എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് അങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്ക് ഒരു ശല്യമില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്, അത് ഭയങ്കര റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ മേടിച്ച് വയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ പിടിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. അതായത് പ്രത്യേകിച്ച് നമ്മളൊരു വാഹനമൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് പോകുക, നമ്മൾ കൈ പിടിക്കുന്ന പോകും, ഗിയർ ചേഞ്ച് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ വരും. ഇനി ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും ഇങ്ങനെ ഫോൺ വിളിച്ച് വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബ്ലൂടൂത്ത് ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഇനി ബ്ലൂടൂത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ നമ്മൾ പറയണല്ലോ. വാഹനത്തിൽ ഇൻബിൽറ്റ് വരുന്ന ബ്ലൂടൂത്ത് ഫെസിലിറ്റിയുടെ കുഴപ്പമൊന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, വാഹനത്തിനകത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് കേൾക്കാൻ സാധിക്കും. കുറച്ച് ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത്രയും കണ്ടും നമ്മുടെ വാഹനം സൗണ്ട് പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും വാഹനത്തിനകത്തിരുന്ന് സംസാരിക്കുമ്പോൾ പുറത്താരും കേൾക്കത്തില്ല എന്നുള്ളൊരു ചിന്ത തെറ്റാണ്. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വാഹനത്തിനകത്തിരുന്ന് വിളിക്കാൻ ശ്രമിക്കരുത്. കാരണം നല്ല വൃത്തിയായിട്ട് നമ്മൾ കേൾക്കുന്ന ആ രീതിക്ക് തന്നെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും കേൾക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മേടിക്കുക. അതാകുമ്പോഴത്തേക്ക് വലിയ തൊല്ലയില്ല, വലിയ ശല്യമില്ല. ആ രീതിക്ക് നോക്കുക. ബാക്കിയുള്ളവർക്ക്, ഇതിപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു പോയെങ്കിൽ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ കാരണം വേറെ ആൾക്ക് ബുദ്ധിമുട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ വാഹനം ഒന്ന് സൈഡിലോട്ട് ഒതുക്കി സംസാരിച്ച് തീർത്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കഴിയുമ്പോൾ നമ്മൾ കുറേ കൂടെ ടെൻസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റിനും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം പോലും ചിലപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാവിയിൽ നമുക്കൊരു ബുദ്ധിമുട്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.